ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. മാഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഗാർഡൻ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഡെവിൾസ് ഐവി പ്ലാന്റ് അഥവാ ഗോൾഡൻ പോത്തോസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇതാണ് ഡെവിൾസ് ഐവി പ്ലാന്റ് അല്ലെങ്കിൽ ഗോൾഡൻ പോത്തോസ് പ്ലാന്റ്. നമ്മുടെ വലിയ ഇലകളുള്ള മണി പ്ലാന്റ് ചെടി തന്നെയാണിത്. ഇതിന് ഡെവിൾസ് ഐവി പ്ലാന്റ് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഇത് അത്ര പെട്ടെന്നൊന്നും നശിക്കാത്തതാണ്. ഇത് എത്ര ഡാർക്ക് പ്ലേസിൽ വെച്ചാലും ഇതിങ്ങനെ പച്ചപ്പോടെ തന്നെ നിൽക്കും. പക്ഷേ ഡാർക്ക് പ്ലേസിൽ വെക്കുമ്പോൾ ഇതിന്റെ വളർച്ച കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ മണി പ്ലാന്റ് ചെടിയെ എങ്ങനെ ഇത്രയും വലിയ ഗോൾഡൻ പോത്തോസ് ആക്കി മാറ്റാമെന്നും അത് എങ്ങനെ ഇൻഡോറിൽ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്കിത് എങ്ങനെ ഇത്രയും വലുതാക്കി വളർത്താമെന്ന് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും മണി പ്ലാന്റ് വലിയ മരങ്ങളിൽ വലുതായി പടർന്നു കയറി നിൽക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. ഇതെന്റെ മുറ്റത്തെ തെങ്ങാണ്. ഇതിന്റെ ചുവട്ടിൽ ഞാൻ ഇതുപോലൊരു ചെറിയ കഷ്ണം മണി പ്ലാന്റ് നട്ടുകൊടുത്തു. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലവുമാണിത്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ വളർന്നു വരികയുള്ളൂ. തെങ്ങ് മാത്രമല്ല, മാവ്, പ്ലാവ് അതുപോലുള്ള ഏത് മരത്തിലും ഇത് നന്നായിട്ട് പടർന്നു പിടിക്കും. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല. ദിവസം ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിങ്ങനെ തെങ്ങിൽ പറ്റിപ്പിടിച്ച് വളർന്നു വരും. ഇലകൾ വലുതാകും. നല്ല വെയിലുള്ളത് കൊണ്ട് ഇലകൾക്ക് ഈ യെല്ലോയി ഷെയ്ഡ് കൂടി വരും. കാണാൻ നല്ല ഭംഗിയാണിത്. ഇത് കുറച്ച് വളരുമ്പോൾ തന്നെ ഇതിന്റെ മുകൾ ഭാഗം നമുക്കൊരു പോട്ടിൽ വെക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വെള്ളത്തിലും വെക്കാം, മണ്ണിലും വെക്കാം. ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളത്തിൽ വെക്കുന്ന ചെടി വർഷങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. എന്നാൽ ചട്ടിയിൽ മണ്ണിട്ട് അകത്ത് വെക്കുകയാണെങ്കിൽ അധികകാലം നിൽക്കില്ല. പക്ഷേ ഔട്ട്ഡോറിൽ മണ്ണിൽ വെച്ചാലും ചട്ടിയിൽ വെച്ചാലും ഇതുപോലെ കാലങ്ങളോളം ജീവിക്കും. കാരണം നല്ലതുപോലെ സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ്. കണ്ടോ, ഇതിൽ നിന്ന് ഞാൻ 2 തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലും മണ്ണിലും വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതുപോലൊരു ഭംഗിയുള്ള ഗ്ലാസോ മഗ്ഗോ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആ ഗ്ലാസിന്റെ പാകത്തിന് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കണം. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ചെറിയ പീസ് വെക്കുന്നതാണ് നല്ലത്. അത് ഗ്ലാസിന്റെ സൈസിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം.
ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ മണ്ണിട്ട് അടുത്തത് വെക്കാം. ഈ ചട്ടിയിൽ ഞാൻ നോർമൽ മണ്ണ് തന്നെയാണ് നിറച്ചിട്ടുള്ളത്. ചെളിയില്ലാത്ത ലൂസ് മണ്ണായിരിക്കണം എടുക്കേണ്ടത്. ചകിരിച്ചോറുണ്ടെങ്കിൽ മണ്ണുമായി മിക്സ് ചെയ്ത് ചട്ടിയിൽ നിറയ്ക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഇനി അടുത്ത തണ്ട് വെച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് അല്പം വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാം. അകത്ത് ചട്ടിയിലാണ് നിങ്ങൾ ഇത് വെക്കുന്നതെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന്റെ ഇലകളിലൊക്കെ ബ്രൗൺ സ്പോട്ട് വീഴും, പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുത്താൽ മതിയാകും. ഇത് രണ്ടും നമുക്കിനി ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം. ഒരെണ്ണം ഞാൻ എൻ്റെ കിച്ചൺ സ്ലാബിന്റെ കോർണറിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, കൊള്ളാമോ? ചട്ടിയിൽ വെച്ചത് എൻ്റെ സ്റ്റെയറിന്റെ കോർണറിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഗോൾഡൻ പോത്തോസ് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. പ്രത്യേകിച്ചും ഇത് അകത്ത് വെച്ചാൽ ധനവും ആരോഗ്യവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. നാസ അപ്രൂവ് ചെയ്തിരിക്കുന്ന വീടിനുള്ളിലെ എയർ പൊല്യൂഷൻ നീക്കം ചെയ്യുന്ന പ്ലാന്റുകളിൽ ഒന്നാണ് ഡെവിൾസ് ഐവി പ്ലാന്റ്. കൂടാതെ ഇത് നല്ലൊരു സ്ട്രെസ് റിലീഫ് ആണ്. ഭാഗ്യത്തിന്റെ അടയാളമായിട്ടാണ് ഡെവിൾസ് ഐവി പ്ലാന്റിനെ കാണുന്നത് തന്നെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വെക്കുന്ന മരങ്ങൾ നശിക്കാൻ സാധ്യത കൂടുതലാണ്. തെങ്ങാണെങ്കിൽ എളുപ്പം നശിക്കും. കാരണം ഇതിന്റെ വളമെല്ലാം വലിച്ചെടുത്താണല്ലോ ഇത് വളരുന്നത്. അതുകൊണ്ട് ഞാനിത് അധികം വളരാൻ അനുവദിക്കില്ല. ഈ ഒരു പാകമാകുമ്പോൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കും. കട്ട് ചെയ്യുന്ന ഭാഗം പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും. ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം അടർത്തി കാണിക്കാം. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഈ ബ്ലൂ ജഗ്ഗിലുള്ളതും വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ടേബിളിന്റെ പുറത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഗോൾഡൻ പോത്തോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.